ഒരു പുതിയ തുടക്കം എന്ന സന്ദേശവുമായി റാവിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് പത്തനംതിട്ട അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അടൂർ നഗരസഭാ ചെയർപേഴ്സൺ റീന സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. അടൂർ സാംസ്കാരിക നിലയത്തിന് എതിർവശത്തുള്ള മന്ദിരത്തിലാണ് ആധുനിക രീതിയിലുള്ള റാവിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ അടൂർ നഗരസഭാ ചെയർപേഴ്സൺ റീന സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണമേന്മയുള്ള സേവനത്തിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനങ്ങൾക്കും കമ്പനി മുൻഗണന നൽകുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നമുക്കറിയാം, പണ്ട് സോളാർ വെച്ചെങ്കിലും ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഏതാനും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ സോളാറിൻ്റെ ബില്ലിംഗ് സിസ്റ്റം മാറി വരുമെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ആ ബില്ലിംഗ് സിസ്റ്റം വരുന്നതിന് മുന്നിൽ തന്നെ വെച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ആദ്യം എങ്ങനെ പറഞ്ഞോ അതേ രീതിയിലാണ് ബില്ലിംഗ് സിസ്റ്റം വരുന്നത്. നല്ല രീതിയിൽ ഏതൊക്കെ ക്വാളിറ്റിയുള്ള, നമുക്കറിയാം പാനലിനും എല്ലാം വ്യത്യാസമുണ്ട്. എല്ലാം സോളാർ എന്ന് പറഞ്ഞാൽ പോരാ, നിരവധി വ്യത്യസ്തങ്ങളായ പാനലുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ചിലവർ ബാറ്ററി വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് കറണ്ട് സേവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് നടന്ന ചടങ്ങിൽ റാവിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രതീഷ് കുമാർ ആർ കമ്പനിയുടെ ഭാവി പദ്ധതികളും പുതിയ സേവനങ്ങളും വിശദീകരിച്ചു. കഴിഞ്ഞ 6 മാസത്തില് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സൗത്ത് കേരള, എസ്പെഷ്യലി സൗത്ത് കേരളയിൽ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ള റാവിസ് ഇന്ത്യ ഇപ്പോൾ അടൂരിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങളെ പറ്റി കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഞങ്ങൾ പുതുതായിട്ട് ഇവിടെ ഒരു ഷോറൂം അടൂരിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ കാരണം ഈ നാട്ടിലുള്ള പന്നിവിഴയും അടൂരും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഈ സൗരോർജ്ജത്തിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന പാനലുകൾ എന്ന് പറഞ്ഞാൽ അദാനി, പ്രീമിയർ, അതേപോലെ തന്നെ വീഗാർഡ്, ലൂമിനസ്. ചടങ്ങിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം DK ജോൺ, മുൻ പ്രിൻസിപ്പൽ ജോൺ M ജോർജ്, അടൂർ നഗരസഭ വൈസ് ചെയർമാൻ ഹരികുമാർ D, കൗൺസിലർമാരായ ഷിബു ചിറക്കേടത്ത്, ലിനി ഷാബു, CPIM ഏരിയ സെക്രട്ടറി S മനോജ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രൂപേഷ് അടൂർ, കോൺഗ്രസ് നേതാവ് ആബിദ് ഷഹീം തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്കായി ഏർപ്പെടുത്തിയ പ്രത്യേക നറുക്കെടുപ്പിലൂടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.